മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിമിതിയുണ്ട്. ഇതിപ്പോൾ അങ്ങനെയല്ല. മനുഷ്യന് അവിടെ അത്രയും ഒരു കാര്യമായിട്ട് മനുഷ്യൻ മാത്രം അങ്ങനെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നിൽക്കണില്ല. മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും ചെടികളും കിളികളും പൂക്കളും പൂമ്പാറ്റകളും പുഴുക്കളും ഒക്കെ കൂടുന്നതാണ് നമ്മൾ നിലനിൽക്കുന്നൊരു സ്പേസ്. അവിടെ നമ്മൾക്ക് മാത്രമായിട്ടൊരു നിലനിൽപ്പില്ല. അവിടെ അത്രയും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് അതിനെ നോക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഒരു നിലനിൽപ്പിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ചില സമയത്ത് ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ അറിയാം ഇതൊന്നല്ല ലോകം എന്നുള്ളത്. നമ്മൾ കാണുന്നത് മാത്രമൊന്നുമല്ല ലോകം, അതിൻ്റെ അപ്പുറത്തുണ്ട്. ആ അപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ച് കൂടി, ആ അപ്പുറത്തെ ലോകത്ത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊരു സ്പിരിച്വൽ സ്പേസിനെ കൊണ്ടുപോയി കെട്ടണമല്ല, അതല്ല. ഞാൻ മാത്രമല്ലാതെ ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം, ഒരു സ്പേസ്, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത്, അതൊക്കെ നമ്മൾ അന്വേഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വളരെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളൊന്നും ഇപ്പോൾ കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഉത്തരങ്ങൾ തേടലല്ല, ആ വിഷയങ്ങളെ ഫേസ് ചെയ്യുക, ആ വിഷയങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത് കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാട്ട് തന്നെ പലപ്പോഴും നമ്മൾ ഒരുപാട് ഇങ്ങനെ വളരെ ശാന്തമായിട്ടൊരു സ്പേസിലേക്ക് കൊണ്ടുപോയിട്ടുള്ളൊരു പാട്ടാണ്. നമ്മൾ മാത്രമല്ലാത്ത ഒരു സ്പേസാണത്. മനുഷ്യരെ, മൃഗങ്ങളെ, പുൽച്ചാടികളെ, പാമ്പുകളെ, പറവകളെ, പൂമ്പാറ്റകളെ, മരങ്ങളെ, മനുഷ്യരെ, മൃഗങ്ങളെ, പുൽച്ചാടികളെ, പാമ്പുകളെ, പറവകളെ, പൂമ്പാറ്റകളെ, അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം, അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം, പല്ലിളിക്കും കുരങ്ങച്ചൻ, പാട്ടുപാടും തത്തമ്മ, പല്ലിളിക്കും കുരങ്ങച്ചൻ, പാട്ടുപാടും തത്തമ്മ, വായ പൊളിക്കും രാക്ഷസൻ, ആ വായിലുറങ്ങും രാജകുമാരി, വായ പൊളിക്കും രാക്ഷസൻ, ആ വായിലുറങ്ങും രാജകുമാരി, അവളെ സ്വന്തം വധുവാക്കാൻ കപ്പലുകേറും പോരാളി, കപ്പലുകേറും പോരാളി, കപ്പലുകേറും പോരാളി, അദ്ഭുതലോകം, അതിശയലോകം, ആനന്ദലോകം, അദ്ഭുതലോകം, അതിശയലോകം.
ആനന്ദലോകം മുന്നിൽ. The universe in one song. Universe is there, here. That's why these kind of songs are appearing. Yeah. സജി, നമ്മൾ സ്പേസിനെ പറ്റി ഒരുപാട് സംസാരിച്ചു. ദാറ്റ് ദ ബസ് സോർട്ട് ഓഫ് പ്രസൻസ് ഇറ്റ് സെൽഫ് ഇൻ ടു എൻ ഓൾട്ടർനേറ്റ് സ്പേസ് അല്ലേ? പലപ്പോഴും ഇറ്റ് സോർട്ട് ഓഫ് ബ്രേക്സ് ദ ബാരിയർ ബിറ്റ്വീൻ യു ആൻഡ് ദി ഓഡിയൻസ്. ഒരു ഓപ്പൺ ഡയലോഗിന് സഹായിക്കാറുണ്ട്. ആൻഡ് സം അതർ ടൈംസ് ഇറ്റ് ബാക്ക് ഫയർസ്. കാരണം നിങ്ങൾ തുറന്നടിക്കുകയാണ് അബൌട്ട് എവറിത്തിങ് ദാറ്റ്സ് റോങ് ഇൻ ദ സൊസൈറ്റി. വാട്ട് ഡസ് ദാറ്റ് ടെൽ യു അബൌട്ട് ദി ഇന്നർ സൈക്കി ഓഫ് അവർ സൊസൈറ്റി? എന്താണ് നിങ്ങളുടെ ഒരു ധാരണ നമ്മുടെ ഒരു പൊതു സമൂഹത്തെ പറ്റിയിട്ട്? നമ്മുടെ സൈക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്നെപ്പറ്റി തന്നെ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ മ്യൂസിക് ഇറ്റ്സ് വെരി സെൽഫ് ക്രിട്ടിക്കൽ അല്ലേ? വളരെ സെൽഫ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തന്നെ ഒരു പെർവേർഷനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് വളരെ ഇൻഡിവിജ്വലായിട്ട് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മുടെ വിദ്യാഭ്യാസവും ഇതിപ്പോൾ ആരുടെയും കുറ്റമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ പല കാര്യങ്ങളും. അപ്പോൾ ഏറ്റവും ജെന്യുവിനായിട്ട് എനിക്ക് പെർവേർഷൻ എന്ന് പറഞ്ഞൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നതിന് കാരണം അതെൻ്റെ എൻ്റെ ബ്രിങ്ങിങ് അപ്പും എൻ്റെ ചെറുപ്പം തൊട്ടേയുള്ള ഞാൻ കാണുന്ന കാഴ്ചകളുമാണ്. അതായത് ഇപ്പം നമ്മൾ മലയാളി സമൂഹത്തിന് അങ്ങനെ കീറി മുറിക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കീറി മുറിക്കേണ്ടി വരും. അപ്പം നമ്മളെയും കൂടെ കീറി മുറിക്കലായിരിക്കും. അപ്പം വാട്ട് ഐ ഫീൽ ഇസ് നമുക്ക് ആസ് ആർട്ടിസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പം ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് മ്യൂസിക്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു ആർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ആർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിൻ്റെയും ഒരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ഫ്രീഡത്തെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ.